ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കുറച്ച് ദിവസമായിട്ട് എനിക്ക് വീഡിയോസൊന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കുറച്ച് ആരോഗ്യപരമായ പ്രശ്നങ്ങളൊക്കെ ഉള്ള കാരണമായിരുന്നു വീട്ടിലാണെങ്കിലും. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഇടാഞ്ഞത്. അപ്പോൾ അതിന് ആദ്യം നിങ്ങളോട് ഒരു ക്ഷമ ചോദിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് വേഗം തന്നെ പോയാലോ. അപ്പോൾ നമ്മളിത് ഉണ്ടാക്കാൻ പോകുന്നത് വെള്ളക്കടല വെച്ചിട്ട് ഒരു സാലഡാണ് കേട്ടോ. പച്ചക്കറികളും ഇട്ടിട്ട് ഒരു നല്ലൊരു സാലഡാണ്. കഴിക്കാൻ വളരെയധികം ടേസ്റ്റി ആയിട്ടുള്ള സാലഡാണ്. ഞാനിപ്പോൾ ഈ ഒരു സാലഡ് കഴിച്ചിട്ടുള്ളത് നമ്മുടെ തൃശ്ശൂർ ഫെസ്റ്റിവലില്ലേ, ആ സമയത്താണ് കഴിച്ചിട്ടുള്ളത്. അപ്പോൾ എനിക്ക് തൃശ്ശൂർ കിട്ടുന്ന കാര്യം മാത്രമേ അറിയുള്ളൂ, ബാക്കി സ്ഥലങ്ങളുണ്ടോയെന്ന് എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ ഇത് 2 കൊല്ലം മുന്നൊക്കെ ഞാൻ കഴിച്ചിട്ടുള്ളതാണ്. അതിനുശേഷം ഞാൻ ഇപ്പോഴാണ് കഴിക്കുന്നത്. അപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള റെസിപ്പിയാണ്. ഇത് കഴിച്ചിട്ടുള്ളവർക്ക് അറിയാം ഇതിൻ്റെ ടേസ്റ്റ്. അപ്പോൾ അത്രയും ടേസ്റ്റ് ഉള്ള റെസിപ്പിയാണ്. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കാനായിട്ട് നോക്കിയാലോ. അതിന് വേണ്ടിയിട്ട് ഞാൻ 1 കപ്പ് വെള്ളക്കടല കുതിർത്ത് വെച്ചിട്ടുണ്ട്. അത് കുക്കറിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് കഴുകിയതിന് ശേഷം വേണം കുതിർക്കാനായിട്ട് വെക്കാൻ. ഞാനിപ്പോൾ 5 മണിക്കൂറോളമാണ് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കുക്കറിലേക്ക് ഇട്ട് എടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ഈ വെള്ളക്കടലൊപ്പം തന്നെ വെള്ളം ഒഴിച്ച് കൊടുക്കാനായിട്ട് നോക്കാം. അതിന് മുന്നേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ അതേ കടലയിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പൂണി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇത് വേവിക്കാനായിട്ട് വെക്കാം കേട്ടോ. ഒരു 5 വിസിൽ പ്രഷർ പോയതിന് ശേഷം തുറന്ന് നോക്കാം. ഞാനിപ്പോൾ ലോ ഫ്ലെയിമിലിട്ടാണ് ഇത് വേവിക്കുന്നത്. അങ്ങനെയാണ് 5 വിസിൽ കേട്ടോ. വെന്തതിന് ശേഷം ഞാൻ കാണിച്ചു തരാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെജിറ്റബിൾസ് വേണം. അപ്പോൾ ഞാൻ ഈ എടുത്ത് വെച്ചിട്ടുള്ള വെജിറ്റബിൾസൊക്കെയാണ് ഇതിന് വേണ്ടത് കേട്ടോ. ക്യാബേജ്, ക്യാരറ്റ്, കുക്കുംബർ, മല്ലിയില, തക്കാളി, സവാള, ചെറുനാരങ്ങ, മാങ്ങ, ഇതൊക്കെയാണ് ഇതിലേക്ക് വേണ്ടത്. ഞാനിപ്പോൾ എടുത്തിട്ടുള്ള ഒരു മുഴുവൻ ക്യാബേജിൻ്റെ ഒരു കഷ്ണമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് അരിഞ്ഞെടുക്കാനായിട്ട് നോക്കാം. ക്യാബേജ് അരിഞ്ഞെടുക്കുമ്പോൾ തീരെ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കരുത്. ഇച്ചിരി വലിയ കഷ്ണങ്ങളായിട്ട് അരിയാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ 2 സവാള, മീഡിയം സൈസ് സവാള നമുക്ക് കഷ്ണങ്ങളാക്കിയിട്ട് അരിഞ്ഞെടുക്കാനായിട്ട് നോക്കാം. സവാള അതെ, എല്ലാ കഷ്ണങ്ങളും തീരെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കരുത്. ഇച്ചിരി വലിപ്പത്തിൽ അരിഞ്ഞെടുക്കാനായിട്ട് നോക്കാം. അങ്ങനെ കഴിക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ്. ചെറുതായി പോയി കഴിഞ്ഞാൽ നമ്മൾ ചൂട് കയറ്റിയെടുക്കുമ്പോൾ അത് വാടിപ്പോവും. അപ്പോൾ അത്ര ടേസ്റ്റ് കിട്ടിയെന്ന് വരില്ല. പിന്നെ അരിഞ്ഞെടുക്കുന്നത് കുക്കുംബറാണ്. പിന്നെ ഒരു ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, എല്ലാ പച്ചക്കറികളും ഇച്ചിരി വിനാഗിരി ഉപ്പിട്ടുള്ള വെള്ളത്തിൽ നല്ല പോലെ കഴുകിയെടുത്തോളൂ കേട്ടോ. ഇനി ഇതിലേക്ക് മാങ്ങ അരിഞ്ഞെടുക്കാനായിട്ട് നോക്കാം. ഞാനിപ്പോൾ ഒരു പച്ചമാങ്ങയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ക്യാരറ്റ് അരിഞ്ഞെടുക്കാം. അപ്പോൾ ക്യാരറ്റ് മാത്രം ഞാൻ ഗ്രേറ്റ് ചെയ്താണ് എടുക്കുന്നത്. ഏകദേശം വലിപ്പമുള്ള 2 ക്യാരറ്റ് അതാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. പിന്നെ ഇതിലേക്ക് 3 തക്കാളി അരിഞ്ഞത് കേട്ടോ. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ചെറിയ തക്കാളിയാണ്, അതുകൊണ്ടാണ് 3 തക്കാളി എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതേ പച്ചക്കറികളെല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ബാക്കി കാര്യങ്ങൾ ചെയ്യാനായിട്ട് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഉരുളിയാണ് എടുത്തിട്ടുള്ളത്. ഉരുളി പറയുമ്പോൾ ഒത്തിരി വിസ്താരമുള്ള പാത്രം നോക്കി എടുക്കുക. എൻ്റെ ഇപ്പോൾ ഉരുളിയുള്ള കാര്യം ഞാൻ എടുത്തുനിന്ന് മാത്രം. അപ്പോൾ ഈ ഉരുളി നല്ലപോലെ ചൂടാക്കി എടുക്കുക കേട്ടോ. അതിന് ശേഷം നമുക്കിതിലേക്ക് പച്ചക്കറികൾ ഇട്ട് കൊടുക്കാനായിട്ട് നോക്കാം. എന്നിട്ട് ഇതൊരു ചട്ടകം വെച്ചിട്ട് ഇളക്കി കൊടുക്കുക. ഇത് നല്ല പോലെ ചൂടായി വരണം കേട്ടോ. അപ്പോൾ അതുവരെ നമുക്കിത് ഇളക്കി കൊടുക്കാനായിട്ട് നോക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാനായിട്ട് നോക്കാം. എന്നിട്ട് ഇത് വീണ്ടും ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള കടല ചേർത്ത് കൊടുക്കാം. കടല എടുക്കുമ്പോൾ കുക്കറിൽ നിന്ന് വെള്ളം ഇല്ലാണ്ട് ഊറ്റിയെടുക്കാനായിട്ട് നോക്കുക. എന്നിട്ട് ഇത് വീണ്ടും ഇളക്കി കൊടുക്കുക. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ, നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ള പച്ചക്കറികൾ കൂടുതൽ വെന്ത് പോകരുത്. അങ്ങനെ വെന്ത് പോയി കഴിഞ്ഞാൽ കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവില്ല. ഇതെന്ന് പറയുമ്പോൾ ആ ഒരു ഫ്രഷ്നെസ്സിൽ വേണം കഴിക്കാനായിട്ട്.
അപ്പോൾ അത് നന്നായി ശ്രദ്ധിച്ചോളൂ കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1.5 ടേബിൾ സ്പൂണോളം എരിവുള്ള മുളക് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. എരിവ് നിങ്ങൾക്ക് നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് മാറ്റം വരുത്താം. ഞാനിത് കഴിച്ചപ്പോഴൊക്കെ ഇത് സ്പൈസി ആയിരുന്നു, അത് കഴിക്കാനും ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. അതുകൊണ്ടാണ് ഞാൻ 1.5 ടേബിൾ സ്പൂൺ ഇട്ടിട്ടുള്ളത്. നിങ്ങൾക്ക് എത്ര വേണ്ട എന്നുണ്ടെങ്കിൽ അതിലൊക്കെ മാറ്റം വരുത്താനായിട്ട് നോക്കാം കേട്ടോ. പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ചാറ്റ് മസാലയാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നല്ല പോലെ ഇളക്കി കൊടുക്കാം. നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ള ആ മുളക് പൊടിയും ചാറ്റ് മസാലയും എല്ലാം നമ്മുടെ കടലയിലേക്കും അതുപോലെ തന്നെ ഇട്ട് കൊടുത്തുള്ള പച്ചക്കറികൾക്കൊക്കെ കറക്റ്റായിട്ട് പിടിക്കണം. അപ്പോൾ നല്ല പോലെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് നല്ല പോലെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1.5 ചെറുനാരങ്ങ നീരാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. എന്നിട്ട് ഇത് വീണ്ടും ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കാം. ഏകദേശം 2 ടേബിൾ സ്പൂണോളം ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കുക. ഈ ടൊമാറ്റോ സോസ് ഇപ്പോൾ ഒഴിച്ചിട്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം നമ്മൾ കഴിക്കാനായിട്ട് എടുക്കുമ്പോൾ കുറച്ച് മുകളിൽ ഒഴിക്കുക. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കഴിക്കുക കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂണാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ നമ്മൾ കഴിക്കുന്ന നേരത്ത് ആവശ്യത്തിനനുസരിച്ച് കുറച്ച് ഒഴിച്ചിട്ട് കഴിച്ചാൽ മതി. അപ്പോൾ ഇത് വീണ്ടും ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള മല്ലിയില ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ വെള്ളക്കടല സാലഡ് റെഡി ആയിട്ടുണ്ട്. കഴിക്കാൻ വളരെയധികം ടേസ്റ്റി ആയിട്ടുള്ള അതുപോലെ തന്നെ വെറൈറ്റി ആയിട്ടുള്ള ഒരു സാലഡാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കി നോക്കണം. നേരത്തെ പറഞ്ഞ പോലെ മുളക് പൊടിയിലൊക്കെ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്താം കേട്ടോ. കഴിക്കാൻ വളരെയധികം ടേസ്റ്റി ആയിട്ടുള്ള ഒരു സാലഡാണ്. ഏതെങ്കിലും ഒരു നേരത്തെ ഫുഡിന് പകരം നമുക്ക് ഈ ഒരു സാലഡ് കഴിച്ചാൽ മതി. ഹെൽത്തിയാണ്. നമ്മളിതിൽ ഓയിലൊന്നും ഒഴിക്കണില്ല, ഓരോന്ന് നോക്കിയാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ഹെൽത്തി എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കി നോക്കാം കേട്ടോ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ ടേസ്റ്റ് പറഞ്ഞുതരാം. അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കി നോക്കണം. ഏറ്റവും ടേസ്റ്റ് ആയിട്ടുള്ള സാലഡാണ്. അത് കഴിക്കുമ്പോഴേ നല്ല മല്ലിയിലയുടെ ഫ്ലേവറും അതാണ് ചാറ്റ് മസാല ഫ്ലേവറും ഒക്കെ കൂടിയാകുമ്പോൾ സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കി നോക്കണം. ഉണ്ടാക്കുന്നവരുടെ ഇഷ്ടമായെങ്കിൽ ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ബട്ടണടുത്തുള്ള ബെല്ലൈക്കനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വരുന്ന ഓൾ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് എല്ലാം ഞങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കി നോക്കണം. ഇത് കഴിച്ചവർക്ക് അറിയാം ഇതിൻ്റെ ടേസ്റ്റ്. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോ വരുന്നവരെ നന്ദി, നമസ്കാരം.